ബീയിങ് യുവർ സെൽഫ് പ്രൗഡ്ലി. നമ്മൾ എങ്ങനെയാണോ, നമ്മൾ കറുത്തതാണോ, വെളുത്തതാണോ, വണ്ണമുള്ളതാണോ, നീളം കുറഞ്ഞതാണോ, മെലിഞ്ഞിട്ടാണോ, എങ്ങനെയായാലും നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക. ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ മുൻപോട്ട് ജീവിക്കുമ്പോൾ ലോകം തന്നെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തുകൊള്ളും. നമ്മളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ വേഷപ്പകർച്ച നമ്മൾ മറ്റൊരാളാകാൻ ശ്രമിച്ചാൽ അത് എന്ന് തന്നെ ആയാലും പുറത്തു വരികയും നമുക്കതിനൊരു വിലയില്ലാതാവുകയും ചെയ്യും. നീലക്കുറുക്കൻ്റെ കഥയിലൂടെ കൊച്ചു കൂട്ടുകാർക്ക് ഞാനിത് പറഞ്ഞു തരാം. കാട്ടിലുണ്ടായിരുന്ന ഒരു കുറുക്കൻ ഒരു ദിവസം വിശന്ന് വലിഞ്ഞ് ഇര തേടി അബദ്ധവശാൽ നാട്ടിലെത്തി നായ്ക്കളെല്ലാം കൂടി കുറുക്കനെ ഓടിച്ചപ്പോൾ ഒരു അലക്കുകാരൻ്റെ വീട്ടിലാണ് ഈ കുറുക്കൻ രക്ഷപ്പെട്ട് ഓടിയെത്തിയത്. അലക്കുകാരൻ തുണിയിൽ നീലം കലക്കി വെച്ചിരുന്നു നിറം പിടിക്കാനായിട്ട്. ആ നീല ബക്കറ്റിലേക്ക് ഈ കുറുക്കൻ വീണു. കഥയാണിത്. കുറുക്കന് നീല നിറമാവുകയും ചെയ്തു. ഇതേ പടുതി കുറുക്കൻ എന്ത് ചെയ്തു? കാട്ടിലേക്കെത്തി. തൻ്റെ നീല നിറം കണ്ടിട്ട് മറ്റു മൃഗങ്ങൾ, വലിയ മൃഗങ്ങൾ, സിംഹം, പുലിയൊക്കെ പേടിക്കുന്നത് കണ്ട് ജംബൂകന്റെ ബുദ്ധിയിൽ ജംബൂകൻ ദൈവം അയച്ച ദൂതനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും കുറേ കാലം കാട്ടിലെ രാജാവായിട്ട് വാണ് ഇവരെല്ലാം പറ്റിച്ച് ജീവിച്ചു പോന്നിരുന്നു. അപ്പം ദൈവം അയച്ച ദൂതനാണെന്ന് കരുതിയിട്ട് സിംഹം, ആന, വലിയ മൃഗങ്ങളൊക്കെ ഈ നീലക്കുറുക്കനെ ബഹുമാനിച്ചും പറഞ്ഞും കേട്ടുമൊക്കെ അവർ വിശ്വസിച്ചു പോന്നു. പക്ഷെ ആകസ്മികമായി കുറുക്കന്മാർ രാത്രിയിൽ ഓലയിടാൻ തുടങ്ങി. താൻ ഒരു കുറുക്കനാണെന്നും ദൈവം അയച്ച ദൂതനാണെന്നും ഒക്കെ മറച്ചു വച്ചിരുന്ന കാര്യം താൻ ഒരു നിമിഷം തൻ്റെ സ്വന്തം വ്യക്തിത്വം കുറുക്കനാണെന്നുള്ള രീതിയിൽ അവർക്കൊപ്പം ഓലയിടുന്നത് കേട്ട് ഓലയിടാൻ തുടങ്ങി. അപ്പോൾ മറ്റു കുറുക്കന്മാർക്കും മറ്റു മൃഗങ്ങൾക്കും മനസ്സിലായി പറ്റിച്ച് ഈ കുറുക്കൻ നിൽക്കുകയാണെന്ന്. അങ്ങനെ ഇത് സത്യം തിരിച്ചറിയുകയും കുറുക്കനെ ആ കാട്ടിൽ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തു മറ്റു മൃഗങ്ങൾ. അപ്പോൾ ഇതിനകത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഈ കഥയിൽ പറയുന്നതെങ്കിൽ കൂടിയും അവനവൻ്റെ ഐഡന്റിറ്റി, അവനവൻ്റെ വ്യക്തിത്വം മറച്ചു വെച്ചതിൻ്റെ ഒരു ദൂഷ്യഫലമാണ് ഈ കഥയിലൂടെ കൊച്ചുകൂട്ടുകാർക്ക് മോറലായിട്ട്, മെസ്സേജായിട്ട് പറഞ്ഞത്. ഇതിലും നല്ലതായി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. ബി പോസിറ്റീവ്.